ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെന്ന് ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചത് എന്ന് സംശയമുണ്ട് എന്നും തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ്. സുധീഷ്, മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പൂട്ടിയത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതേ രീതിയിൽ തന്നെയാണ് BJP ഉന്നയിക്കുന്ന വാദം. തന്ത്രി കണ്ഠരര് രാജീവരെ ആരാണ് കുടുക്കിയത് എന്ന രീതിയിൽ ചർച്ചകൾ ഇതിനോടകം കൊഴുക്കുന്നു. എന്തായാലും എന്താണ് സംഭവിക്കുന്നത് എന്നത് ഏതാണ്ട് പൊതുസമൂഹവും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പറയൂ സുധീഷ്. ഇത് ബോധപൂർവം രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഈ തന്ത്രിയുടെ അറസ്റ്റുമായും മറ്റും ബന്ധപ്പെട്ട് ഉണ്ട്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിലുപരി പല CPM നേതാക്കളെയും രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന വാദം. ആര് തെറ്റ് ചെയ്തെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അതിനുവേണ്ടി നിരപരാധികളെ ക്രൂശിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ആസൂത്രണം ചെയ്ത ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേരും നിയമത്തിന്റെ മുന്നിൽ വരണമെന്ന ആവശ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിലോ ഒന്നും തന്നെ അതിൽ ആരും തന്നെ ഒഴിവാകരുത് എന്ന ഒരു ആവശ്യം തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആവശ്യം അത് ശബരിമലയുടെ വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ അവിടുത്തെ പരിപാവനതയെല്ലാം കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. നടത്തിയത് ആരൊക്കെ ആയാലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ വരണം. അതിൽ തന്ത്രിയെ കുരുക്കിക്കൊണ്ടുള്ള ഒരു മറിമായം അത് നടത്തരുത് എന്ന ആവശ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. രാഹി. സുധീഷ്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ സംഭവിച്ചത് എന്താണ്? SITയുടെ ഗൂഢനീക്കം ഇത് തന്നെയാണ് ഈ മണിക്കൂറിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി തന്ത്രിയെ കുടുക്കി? എല്ലാം തന്ത്രിയിൽ ഒതുക്കാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അറസ്റ്റിൽ ചില സംശയങ്ങളുണ്ട്. അത് തന്നെയാണ് BJP ചർച്ചയാക്കുന്നത്. മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ തന്ത്രിയെ പിടികൂടിയതിൽ അല്ലെങ്കിൽ തന്ത്രിയെ പിടികൂടിയതിന് പിന്നിൽ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിൽ വ്യക്തത തേടിയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴുമില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യലിൽ ഒതുങ്ങി. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ED ഈ വിഷയത്തിൽ കേസ് എടുക്കുന്നു എന്ന് വന്നപ്പോൾ ഞൊടിയിടയിൽ കേസ് വരുന്നു, അല്ലെങ്കിൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഞൊടിയിടയിൽ തന്ത്രിയും അറസ്റ്റിലായി എന്നുള്ളതാണ്. എന്തായാലും ആ തന്ത്രിയുടെ അറസ്റ്റിലാണ് ഇപ്പോൾ സംശയങ്ങൾ ബലപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ചർച്ചയാകുന്നത്.